ഹായ് ഓൾ, ഞാൻ ഡോക്ടർ സുസുജ, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടൻ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ ടോക്ക് OHSS അഥവാ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്നുള്ളൊരു എൻറ്റിറ്റിയെ പറ്റിയാണ്. OHSS എന്നുള്ളത് പൂർണ്ണമായും ഒരു മെഡിക്കേഷൻ റിലേറ്റഡായി വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണെങ്കിലും പ്രത്യേകിച്ച് ഇതിനോട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നമ്മൾ ഇത്തരത്തിൽ മരുന്നുകൾ യൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കും. പ്രധാനമായിട്ടും IVF ICSI ട്രീറ്റ്മെൻറ്റ് പോലുള്ള ART ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഒരു സ്റ്റിമുലേഷൻ ഹോർമോൺ മെഡിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ചില പ്രത്യേക ആൾക്കാരിൽ ഈ ഓവറിയിൽ നിന്നുള്ള റെസ്പോൺസ്, അതായത് ഫോളിക്കിൾസിൻ്റെ നമ്പേഴ്സും അത് മുന്നോട്ട് വരുന്ന എൻലാർജ്മെൻറ്റും അമിതമായി വരികയും ഇത് ആ ഒരു കൺട്രോൾഡ് സ്റ്റിമുലേഷനിൽ നിന്ന് വിട്ട് കുറച്ച് അമിത റെസ്പോൺസിലോട്ട് എത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്നുള്ളൊരു അസുഖത്തിൽ എത്തിച്ചേരുന്നത്. ഇത് പ്രധാനമായിട്ടും ഒരു ART ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി കണ്ടുവരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ്. ഈ IVF ICSI ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റിമുലേഷന് വേണ്ടി ഇഞ്ചക്ഷനുകൾ എടുക്കുന്ന സമയത്ത് ഓവറി കൂടുതൽ അമിതമായ സൈസിലോട്ട് വളരുകയും അതിൽ നിന്ന് ചില പ്രത്യേക കെമിക്കലുകൾ വാസോ ആക്റ്റീവ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ റിലീസ് ചെയ്യുകയും ഇത് ഉള്ളിൽ ഹീമോഡൈനാമിക്കലി ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളാണ് ഇത്തരത്തിൽ ഓവറി എൻലാർജ് ചെയ്യാനും ഉള്ളിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലങ്സിലോട്ടും കിഡ്നിയിലോട്ടും ഉള്ള കോംപ്ലിക്കേഷൻസിൽ ലാൻഡ് ചെയ്യാനുമുള്ള പ്രധാന കാരണം. ഇത് രണ്ട് രീതിയിൽ ഈ ഒരു അസുഖം ലാൻഡ് ചെയ്യാം. ഒന്ന്, ആ ഒരു ഏർലി മരുന്നുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഫൈനലി എടുക്കുന്ന മെച്ചുറേഷൻ മരുന്നായ HCG മോളിക്യൂൾ പോലത്തെ ഒരു ഇഞ്ചക്ഷൻ്റെ ട്രിഗറിൻ്റെ ആ ഒരു ടൈമിങ്ങും കൂടി കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പേഷ്യൻറ്റിന് സിംറ്റംസ് എത്തുകയും അവരെത്തരത്തിൽ ബുദ്ധിമുട്ടുകളായിട്ട് എത്തുന്ന ഒരു ഏർലി കൈൻഡ് ഓഫ് OHSS എന്നുള്ളത് നമുക്ക് യൂഷ്വലി സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്താവുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇത്തരത്തിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പേഷ്യൻറ്റിൻ്റെ എംബ്രിയോ ട്രാൻസ്ഫറും കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയിൽ അവർ ഇത്തരത്തിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് അറൈസ് ചെയ്യുന്നതിനുള്ള കാരണം നേരത്തെ എടുത്തിട്ടുള്ള ഇഞ്ചക്ഷൻ മരുന്നുകളുടെ എഫക്റ്റ് കൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല. ഒരു ഏർലി പ്രഗ്നൻസി അറൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉള്ളിൽ നിന്നുള്ള പ്രഗ്നൻസിയിൽ നിന്നുള്ള HCG ഹോർമോണിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടി ഇതിലോട്ട് വരികയും പ്രഗ്നൻസിയിൽ നിന്നുള്ള HCG ഹോർമോൺ കൂടുതലായി കയറി വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ലേറ്റ് OHSS എന്നുള്ള ഈ ഒരു സിറ്റുവേഷനിൽ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ കൂടുതൽ മോശമാവുകയും നമുക്ക് ചെറിയ രീതിയിലുള്ള മരുന്നുകൾ കൊടുത്ത് മാത്രം ഇത് കൺട്രോൾ ചെയ്ത് വെക്കാൻ കൂടുതൽ ഡിഫിക്കൽട്ടി ആവുകയും ചെയ്യും. ഇതിന് റിസ്ക് ഫാക്ടർ ഉള്ള ഒരു പേഷ്യൻ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യങ് ആയിട്ടുള്ള പേഷ്യൻസ്, ലീൻ PCOS ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്, അതുപോലെ തന്നെ ഹൈ ഡോസിലുള്ള ഹോർമോൺ ഇഞ്ചക്ഷൻസ് വേണ്ടിയവർ, പിന്നെ ഈ ഒരു ഫൈനൽ ഇഞ്ചക്ഷൻ ട്രിഗർ ഇഞ്ചക്ഷനായ HCG എടുക്കുന്ന സമയത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുതലായി കാണിക്കുന്നവർ, ഇവർക്കായിരിക്കും ധാരാളമായി വലിയ എഗ്ഗുകളും ഇൻ്റർമീഡിയറ്റ് സൈസിലുള്ള എഗ്ഗുകളും കൂടുതലായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതും കോംപ്ലിക്കേഷൻസ് ലാൻഡ് ചെയ്യാൻ സാധ്യതയുള്ളതും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകാരായിരിക്കും. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റിമുലേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ റിലേറ്റീവ്ലി ആ ഒരു മരുന്നിൻ്റെ മോളിക്യൂളും ഡോസും കുറച്ചുകൂടി ശ്രദ്ധാപൂർവമായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും IVFൻ്റെ കോംപ്ലിക്കേഷനായി ഹൈപ്പർ സ്റ്റിമുലേഷൻ വരാനുള്ള സാധ്യതയും ഒരു പരിധിവരെ നമുക്ക് ലിമിറ്റ് ചെയ്ത് വെക്കാം. ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റോ IUI ട്രീറ്റ്മെൻറ്റോ എടുക്കുന്ന കപ്പിൾസിൽ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഹൈപ്പർ റെസ്പോൺസ് കാണിക്കാം. അത് ആ പെർട്ടിക്കുലർ വുമണിന് ആ ഒരു ഇഞ്ചക്ഷൻ മോളിക്യൂളിനോടുള്ള റെസ്പോൺസ് റിയാക്ഷൻ കൂടുതലായി കാണുന്നത് ഒരു വളരെ റെയർ ആയിട്ടുള്ളൊരു ഡീവിയേഷനാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പോലും നാച്ചുറൽ സൈക്കിളോ IUI സൈക്കിളോ ഓപ്റ്റ് ചെയ്തിട്ടുള്ളൊരു കപ്പിളിൽ 4 വലിയ എഗ്ഗുകളേക്കാൾ കൂടുതൽ ആകുകയാണെങ്കിൽ ബെറ്റർ ആ ഒരു സൈക്കിൾ ക്യാൻസൽ ചെയ്യാനും കോംപ്ലിക്കേഷൻ സാധ്യതകൾ കുറച്ച് വെക്കാനുമായിരിക്കും ഒരു ക്ലിനീഷ്യൻ അഡ്വൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫോളിക്കിൾ സൈസിൻ്റെ നമ്പേഴ്സും ഒരുപാട് കൂടുതലാണെങ്കിലും ഇവർക്ക് ഇത്തരത്തിൽ കോംപ്ലിക്കേഷൻസ് അറൈസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഒരു കൺസർവേറ്റീവ് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്.
പലപ്പോഴും സിംറ്റമാറ്റിക് ആയിട്ടുള്ള മരുന്നുകളും സപ്പോർട്ടീവ് കെയറും അഡിക്വേറ്റ് ഹൈഡ്രേഷനും ഒക്കെ പേഷ്യൻറ്റിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉറപ്പ് വരുത്തുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രക്തപരിശോധനകളും അനുബന്ധ പരിശോധനകളും സ്കാനും ഒക്കെ വേണ്ടി വന്നേക്കാം. ബട്ട് ഈ പേഷ്യൻ്റ് മോണിറ്റേർഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ ഈ ഒരു ഫ്ലൂയിഡ് അക്യുമുലേഷൻ കുറച്ചുകൂടി മോശപ്പെട്ട അവസ്ഥയിലോട്ട് മാറുകയോ ഇതിനോട് ബന്ധപ്പെട്ട് ലങ്സിൻ്റെയും കിഡ്നിയുടെയും പ്രവർത്തനം തകരാറിലാവുകയോ ചെയ്യുകയാണെങ്കിൽ പേഷ്യൻ്റ് ഒരു ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷനിലോട്ട് പോകാൻ സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ രക്തത്തിൻ്റെ കട്ടിയും ഈ ഒരു അവസ്ഥയിൽ കൂടി വരുന്നത് കൊണ്ട് തന്നെ ത്രോംബോസിസ്, എംബോളിസം എന്നൊക്കെയുള്ള റിസ്കുകൾ കൂടുതൽ ഉണ്ടാകാനും സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ പേഷ്യൻറ്റിന് ഒരു ICU കെയർ വേണ്ടി വരും.